ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ അലുവല്ലേ, അത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം നോക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിലുള്ള ഒരു ആട്ടപ്പൊടി എടുക്കട്ടോ. ഞാൻ ഇപ്പോൾ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കട്ടോ. ആട്ടപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒന്നാണല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആട്ടപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കട്ടോ, നിങ്ങളെ കയ്യിൽ ഏതല്ലത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട അത്ര ആട്ടപ്പൊടി എടുത്തുകൊണ്ട് അതിലേക്ക് ലേശം വെള്ളം എടുത്തുകൊണ്ട് നന്നായി ഒന്ന് കുഴച്ച് ഇതാക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുഴച്ചപ്പോൾ വെള്ളമല്ല, നമ്മൾ തുള്ളി തുള്ളി ആക്കണം, വെള്ളം ഏറിപ്പോവാനും പാടില്ല. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിനും പ്രത്യേക അളവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എത്രയാണ് ആട്ടപ്പൊടി എടുക്കണത് അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം പാരുക കേട്ടോ. ഞാനിപ്പോൾ ആട്ടപ്പൊടിക്ക് അളവൊന്നും എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ല അത്ര ആട്ടപ്പൊടി എടുക്കുക കേട്ടോ, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതുള്ളത്. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഉണ്ടായി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം നമുക്കിതിൻ്റെ ഒപ്പം പാർന്ന് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് 2 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ഗ്ലാസ് ഇങ്ങനെ വെള്ളം പാർന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങൂല, അല്ലെങ്കിൽ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസമില്ല കേട്ടോ. എന്നിട്ട് നമുക്കിത് 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വരട്ടോ. അപ്പോൾ ഞാൻ തുടച്ചിട്ടൊക്കെ വരട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ 2 മണിക്കൂറൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ 2 മണിക്കൂറിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ. അപ്പോൾ 2 മണിക്കൂറാണ്, അപ്പോൾ എൻ്റെ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിരിക്കും കേട്ടോ. പരിച്ചലും തോത്തലൊക്കെ പാടെ കഴിഞ്ഞിക്കാണ്ട് അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്നായി കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. നമുക്കിതിൽ കുറേ കട്ടകളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ടൊന്ന് പാർന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അതിൻ്റെ ആ പൊടി നമുക്ക് ആ കട്ടകളൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ആ കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മളിനി നന്നായി ഇളക്കാം കേട്ടോ. ഇത് ആ പൊടിയൊക്കെ ഉണ്ടാവുകൊണ്ട് നമുക്ക് ഇളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നന്നായി നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല സോഫ്റ്റായി വരുള്ളൂ കേട്ടോ. വെറും 3 ചേരുവ മാത്രമേ ഉള്ളൂ ഇതിലേക്ക് ആവശ്യമായത്. അപ്പോൾ നമ്മളിനി ഒക്കെ അരിച്ചെടുത്ത് ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്നുകൂടി അരിച്ചെടുക്കണം കേട്ടോ. 2-3 പ്രാവശ്യം അരിച്ചെടുക്കൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് അലുവ നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ 2 വട്ടം അരിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കണ്ടോ, അളക്കുമ്പോൾ ഇനി നമുക്ക് പൊടിയൊന്നും വല്ലാതെ കിട്ടില്ല കേട്ടോ. കണ്ടോ, നമ്മൾ പൊടിയൊക്കെ മറ്റേ നേരത്തെ അരിച്ചുകൊണ്ട് ആകെ ഇത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയുണ്ട് ഇതിലേക്ക്. എന്നിട്ട് ശർക്കര ഒരു ചട്ടിയിൽ എടുത്തുകൊണ്ട് നേരത്തെ നമ്മൾ 2 ഗ്ലാസ് വെള്ളം ആട്ടപ്പൊടിക്ക് നമ്മൾ ചേർത്തു. ഇനി ശർക്കരയ്ക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം പാർന്നെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഈ 1 ഗ്ലാസ് ശർക്കര നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ഏലക്കായ കൂടി ഇട്ടുക്കണം കേട്ടോ. ഏലക്കായ നമ്മൾ ഇടുമ്പോൾ പൊടിച്ചുകാണ്ട് വേണ്ടിടാൻ. അപ്പോൾ നമ്മൾ ഏലക്കായ നമ്മൾ പൊടിച്ചുകാണ്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നേരത്തെ പൊടിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പോൾ നട്ട്സൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആട്ടപ്പൊടിൻ്റെ വെള്ളം നമുക്കിതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. ഇത് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു 3-4 മിനിറ്റ് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 സ്പൂൺ നെയ്യ് എടുത്തുകൊണ്ട് നമ്മളിതിലേക്ക് നന്നായി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ പാടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് പാൻ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ സ്പൂണായിട്ട് ഓരോന്ന് ഈ പാത്രത്തേക്ക് ആക്കുന്നത് കേട്ടോ. ഈ പാത്രത്തേക്ക് ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലേക്ക് നമ്മൾ ലേശം നെയ്യ് ആ പാത്രത്തിൽ നിന്ന് തടവി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലൊന്ന് കൊട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടാകുമ്പോൾ ഇതൊക്കെ വൃത്തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പുഡിങ്ങിൻ്റെ ഒരു ഫീലായിട്ടത്. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ
വേഗം ഇതാവുന്നുണ്ട് കേട്ടോ. പലിക നമ്മൾ എടുക്കുമ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോരില്ലേ, അതേപോലെ കേട്ടോ. അത് ഞാൻ എടുത്തുകൊണ്ട് വായിലിട്ടിട്ടുണ്ട് കേട്ടോ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണിട്ടത്. തയ്യാറാക്കാൻ നമുക്കൊരു 10 മിനിറ്റ് മതി കേട്ടോ, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കട്ടത്. പിന്നെ 2 മണിക്കൂർ നമുക്ക് നേരത്തെ ആട്ടപ്പൊടി വെള്ളത്തിലിട്ടേക്കണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ അരച്ചോലും തോത്തലൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് അതായി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ ഈ പാത്രത്തേക്ക് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു അടിപൊളി അലുവയിട്ടത്. അപ്പോൾ ഇനി നമുക്ക് മറ്റേ പാത്രത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തിക്കാണ്ട് അതൊന്ന് നമുക്ക് ഈ പാത്രത്തേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഓരോന്നായി നമ്മൾ ഈ പാത്രത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ രണ്ടെണ്ണം തിന്നിട്ടുള്ളൂ. മറ്റേതൊക്കെ പിന്നെ ഓൾക്ക് കൊടുത്തപ്പോൾ കാലായതിനെ കണ്ടില്ല കേട്ടോ. ഇത്രയും ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ ഒരു തിന്നു കേട്ടോ. എല്ലാവരും എൻ്റെ വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അയൽവാസികൾക്കും 2 കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റായി നമുക്ക് പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാക്സിമം ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതാണ്. താങ്ക് യു.